ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നോക്കി നിൽക്കുന്നുണ്ടല്ലേ, ഇറങ്ങാൻ. പരമേശ്വര, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ നീ ഈ കാര്യത്തില് ഒരു തീരുമാനം എടുക്കരുത്. ഇതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യമേ ഞാൻ അറിയേണ്ടത്? അറിയണം, അറിഞ്ഞേ പറ്റൂ. എസ്റ്റേറ്റിൽ നിന്ന് വന്നപ്പോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, വരുണിന്റെ നഷ്ടബോധത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അതിതാണ്. ഇന്നല്ല, പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹത്തിന് മുൻപേ പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാ ഇവര്. അമ്മേ, ഇക്കാര്യം നിനക്കറിയാം, ഈ നിൽക്കുന്ന ഉർവശിക്കറിയാം. എന്തിന് ഈ നിൽക്കുന്ന രണ്ടുപേരെ ഒന്നിച്ച് കണ്ടു എന്ന് പറയുന്ന പ്രിയങ്കയില്ലേ, അവൾക്ക് വ്യക്തമായിട്ട് അറിയാം. വരുണും രാധികയും ഒരു മനസ്സോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഇവന്റെ കയ്യിലുണ്ട്. കാണിച്ചു കൊടുക്കടാ അങ്ങോട്ട്. എല്ലാവരും വാ, എല്ലാവരും. ദൈവത്തിന് സാക്ഷി നിർത്തി ഇവൾ എന്റേതാണെന്നുള്ളതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം. വരുൺ, രാധികേ, ഇനി ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ പെണ്ണാ. അതെവിടെയുള്ള എല്ലാവർക്കും ബോധ്യമാവണം. ഒളിച്ചും പാത്തുമൊന്നും ഇനി നമുക്ക് ജീവിക്കണ്ട. എല്ലാം നിന്റെ ജന്മദിവസമായി ഇന്ന് തന്നെ അവസാനിക്കട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. അത് എന്നെയും രാധികയും നിങ്ങൾ ഒന്നിച്ച് കണ്ടതല്ല. ദേവനാരായണൻ തിരുമേനിയുടെ മകളെ എനിക്കിഷ്ടമാണ്, അവിടെ പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതാ ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ കാണാൻ പറഞ്ഞതും വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതും ദേവനാരായണൻ തിരുമേനിയുടെ മൂത്ത മകളായ ഈ നിൽക്കുന്ന രാധികയെ. പക്ഷെ നിങ്ങൾ പോയി കണ്ടതും ഉറപ്പിച്ചതും ഇളയ മകളായ പ്രിയങ്കയാ.